ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമോച്ചീസ്. സമോച്ചീസിൽ ഇന്ന് ഞാൻ സോയ ചങ്ക്സ് വെച്ചിട്ടുള്ള ഒരു തോരനാണ് തയ്യാറാക്കുന്നത്. നമ്മൾ സോയ ചങ്ക്സ് വെച്ച് സാധാരണ മസാല കറിയൊക്കെ തയ്യാറാക്കാറുണ്ട്. ഞാനിന്ന് ഇവിടെ ഒരു തോരനാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ തോരൻ. നമുക്ക് നോക്കാം ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നും. അതിനുവേണ്ടി ഞാൻ ഇവിടെ 1 കപ്പ് സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. ആദ്യം ചെയ്യേണ്ടത് ഈ സോയ ചങ്ക്സ് ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. ഒന്നുകിൽ ഇത് വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കുക, അതല്ല എങ്കിൽ ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം അടച്ചു വെച്ചതിന് ശേഷം നമുക്കിത് പിഴിഞ്ഞ് സോഫ്റ്റ് ആക്കി എടുക്കാം. പിന്നെ ഇതിനാവശ്യമായ സാധനങ്ങൾ: ഒരു സവോള, 5 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്. ഇതെല്ലാം വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില വേണം. അരപ്പിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ഒരു 3/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാല, ഒരു പിഞ്ച് മുളക് പൊടി ചേർക്കണമെന്നൊന്നുമില്ല കേട്ടോ, ഞാൻ ചേർത്തതേ ഉള്ളൂ. 2 ഉള്ളി, 1 പച്ചമുളക്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഇതൊന്ന് ചതച്ചെടുക്കണം. അരക്കയല്ല വേണ്ടത്, ചതച്ചെടുക്കണം. നമ്മൾ തോരനൊക്കെ ചതച്ചെടുക്കത്തില്ലേ, അതുപോലെ ഇത് ചതച്ചെടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ സോയ ചങ്ക്സ് ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം. സോയ ചങ്ക്സ് ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. അല്പം മഞ്ഞൾപ്പൊടിയും അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് ഒരു 5 മിനിറ്റ് വരെ ഒന്ന് അടച്ചു വയ്ക്കാം. ഇപ്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇതിനകത്തൊക്കെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് ഒരു 5 മിനിറ്റ് നേരം അത് അടച്ചു വയ്ക്കുക. അതിനുശേഷം ഇത് സോഫ്റ്റ് ആയി കഴിയുമ്പോൾ അതിൻ്റെ വെള്ളമെല്ലാം പിഴിഞ്ഞ് കളഞ്ഞിട്ട് നമുക്കിതൊന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കണം. ഇതിവിടെ സോഫ്റ്റായി വരുന്ന സമയം കൊണ്ട് നമുക്കിതിനാവശ്യമായ അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിനകത്തേക്ക് നമുക്ക് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. ഞാനിതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം കേട്ടോ. തേങ്ങ ഞാൻ ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ തോരൻ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. സോയ ചങ്ക്സ് ഇവിടെ ഏത് പരുവമായെന്ന് നോക്കാം. ഇവിടെ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളമെല്ലാം പിഴിഞ്ഞ് കളഞ്ഞിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ട് ഇത് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. സോയ ചങ്ക്സ് ഞാൻ ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ട് ക്രഷ് ചെയ്തെടുത്ത് കേട്ടോ. ഇനി നമുക്ക് തോരൻ തയ്യാറാക്കിയെടുക്കാം. ഒരു ഫ്രൈ പാൻ വെച്ച് അതിൽ 2 സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചെറുതായി മുറിച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചച്ചുവന്ന് മാറുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. ചെറുതായിട്ടൊന്ന് മൂത്താൽ മതി. ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 3 പച്ചമുളകാണ് എടുത്ത് വെച്ചിരുന്നത്. അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ചെറുതായി മുറിച്ച് വെച്ചിരിക്കുന്ന സവോളയും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ സവോളയൊക്കെ നന്നായിട്ട് വഴണ്ട് വരണം. അതിനുശേഷം മാത്രമേ നമുക്ക് ഈ സോയയും അരപ്പൊക്കെ ചേർത്ത് കൊടുക്കാവുള്ളൂ കേട്ടോ. ഈ സമയം നമുക്ക് ഇതിന് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റുക. ഇതൊന്ന് നന്നായിട്ട് വഴണ്ട് വരണം കേട്ടോ. സവോള ഇവിടെ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇതിനകത്തേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റണം. ഇതൊന്ന് ഡ്രൈ ആയിട്ട് വരണം. ഈ സോയ ചങ്ക്സ് ഒന്ന് ഡ്രൈ ആയിട്ട് എടുക്കണം. അപ്പോഴാണ് ഈ തോരന് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. സോയ ചങ്ക്സ് ഇവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഞാൻ ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചതച്ചെടുത്ത് അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യം ഇതിൻ്റെ പച്ചച്ചുവന്ന് മാറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ നടുക്കോട്ട് വെച്ച് കൊടുക്കുക. 2 സൈഡിൽ നിന്ന് ഇതൊന്ന് മൂടി വയ്ക്കുക. ഈ സോയ ചങ്ക്സ് കൊണ്ട് ഇതൊന്ന് മൂടി വയ്ക്കുക. ഈ അരപ്പിൻ്റെ പച്ചച്ചുവന്ന് മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അതല്ലെങ്കിൽ ആ അരപ്പ് മൂപ്പിച്ചിട്ട് വേണമെങ്കിൽ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാനിന്ന് ഇങ്ങനെ ചെയ്യുന്നുള്ളൂ. ഇതുപോലെ ചെയ്താലും മതി. ഇതിൻ്റെ അരപ്പ് ചേർത്തതിന് ശേഷം ഇതൊന്ന് 2 മിനിറ്റ് വരെ ഒന്ന് അടച്ച് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അതിൻ്റെ അരപ്പിൻ്റെ പച്ചച്ചുവന്ന് മാറുന്നവരെ ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. ഇതിനകത്തേക്ക് നമ്മുടെ കറിവേപ്പില ചേർക്കാൻ വിട്ടേ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയം അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. വീണ്ടും ഒരു 2 മിനിറ്റ് വരെ അടച്ചു വയ്ക്കുക. നമുക്ക് വീണ്ടും തുറന്നു നോക്കി ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഇത്രയും ഡ്രൈ ആയാൽ മതി. സോയ ചങ്ക്സ് തോരൻ ഇവിടെ റെഡിയായി. നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്ത് വയ്ക്കാം കേട്ടോ. സോയ ചങ്ക്സ് തോരൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. അടുത്തൊരു പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്